സൗദിയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ മോചനം വൈകും. കേസ് റിയാദിലെ കോടതി വീണ്ടും മാറ്റി. ഇത് 10ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത്. മാറ്റുന്നത് പെരുന്നാളിന് ശേഷമേ ഇനി കേസ് കോടതി പരിഗണിക്കൂ. കെ അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ 10ാം തവണയും കേസ് പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത്? ഇനിയിപ്പോൾ പെരുന്നാളിന് ശേഷം പ്രതീക്ഷിച്ചാൽ മതിയെന്നാണോ? തീർച്ചയായിട്ടും ഇത് 10ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റംദാൻ മാസത്തിൽ 2ാം തവണ കേസ് പരിഗണിക്കുകയും മാറ്റിവെക്കുകയും ചെയ്തു. പ്രധാനമായും ഈ റംദാൻ മാസത്തിൽ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അബ്ദുറഹീമിന്റെ മോചനം ഇന്ന് തന്നെ സാധ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പല മേഖലയിൽ നിന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കുടുംബം ആ രീതിയിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റിയാദ് കോടതി കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു. മിക്കവാറും ഇത് പെരുന്നാളിന് ശേഷം മാത്രമായിരിക്കും ഈ കേസ് പരിഗണിക്കുക എന്നുള്ള കാര്യം കൂടി ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഇമ്പീരിയൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആ കേസിൻ്റെ ഫയലുകൾ കോടതി തേടിയിരുന്നു. അതായത് 18 വർഷം മുമ്പുള്ള ഫയലാണ്. ആ കാലഘട്ടത്തിൽ അന്ന് ഡിജിറ്റലൈസ് ചെയ്തിരുന്നില്ല ഈ ഫയലുകളൊന്നും. അതുകൊണ്ട് തന്നെ ഈ ഫയൽ നൽകാൻ സമയം എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് കേസ് ഈ ഫയൽ കിട്ടിയതിന് ശേഷം മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്നൊരു നിലപാട് തന്നെയാണ് കോടതി എടുത്തിരിക്കുന്നത്. അതിനൊരു സാവകാശം വേണ്ടിവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും നേരത്തെ റഹീമിൻ്റെ അഭിഭാഷകർ പറഞ്ഞത് ഇത് മനഃപൂർവ്വം ചെയ്തൊരു കുറ്റകൃത്യമല്ല, അല്ലാതെ സംഭവിച്ചു പോയ ഒരു കുറ്റകൃത്യമാണ്. ആ നിലയിൽ തന്നെ ഒരു വിധി ഞങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം റഹീമിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്നു. ഇതുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫയലുകൾ കോടതി തേടുകയും അതോടൊപ്പം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇത് പ്രധാനമായും നേരത്തെ പരിഗണിച്ച അതേ ബെഞ്ചല്ല ഇപ്പോൾ പരിഗണിക്കുന്നത്. മറ്റൊരു ബെഞ്ചാണ്, പുതിയ ജഡ്ജിമാരാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ കേസ് പരിഗണിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ വീണ്ടും മാറ്റിവയ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് റിയാദിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ പെരുന്നാളിന് ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ മോചന ഹർജി വീണ്ടും പരിഗണിക്കും. ശരി, കെ അഭിലാഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.